എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പൂരിക്ക് ഒരു കറി ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങും ഒരു കാരറ്റും ഒരു സവോള എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും കാരറ്റും തൊലി കളഞ്ഞ് ചെറുതാക്കി ഞുറുക്കി ഇച്ചിരി ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് വേവിച്ചെടുക്കാം. കുക്കറിൽ 2-3 വിസിലടുപ്പിച്ച് ഇതൊന്ന് അരിഞ്ഞ് പെറുക്കി ചെറുതായി കനം കുറച്ച് കൊത്തി അരിഞ്ഞെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ചു. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുക്, ഉലുവ, ജീരകം, സവോള അത്ര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് പൂരിക്കുള്ളൊരു കറിയാണ്. ഇത് ഉരുളക്കിഴങ്ങും കാരറ്റും കൂടെ നന്നായിട്ട് തൊലി കളഞ്ഞ് ഉപ്പ് ഒഴിച്ച് അല്പം മഞ്ഞൾ പൊടി ഇട്ട് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്തു. അപ്പം നമ്മുടെ പൂരിയുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്താൽ മതി. അതൊന്ന് കുറുകി പറ്റി വെന്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ തോളി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. 1 മിനിറ്റിൽ വെന്തിരിക്കുന്ന ഉരുളക്കിഴങ്ങും കാരറ്റുമായിരുന്നു. അത് 2 വിസിലടുപ്പിച്ച് കുക്കറിൽ ഒരു നുള്ളു മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഉപ്പ് ഒഴിച്ച് വേവിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഇളക്കി. അപ്പോൾ പൂരിയുടെ കറി റെഡിയായി. ഇവിടെ പൂരിയും റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മതി. ഇവിടെ പൂരിയും റെഡി ആയിട്ടുണ്ട്, കറിയും റെഡി ആയിട്ടുണ്ട്. തീ ഓഫാക്കാം. ഇത് കുഞ്ഞു പിള്ളേർക്കുള്ള സ്പെഷ്യൽ പൂരി കേട്ടോ. പല ഷേപ്പിലും ചെറുതുമായിട്ട് ആട്ട കൊണ്ടുള്ള പൂരിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. ഇതുപോലെ ആട്ടയൊക്കെ കിട്ടുമ്പം വല്ലപ്പോഴും ആണ്ടിലൊരിക്കലൊക്കെ ഇങ്ങനെയും പൂരിയൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.